INS സുനൈന. നമ്മളിപ്പോൾ ഉള്ളത് ആ കപ്പലിലാണ്. ബഹുരാഷ്ട്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് ടീമുകളാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സന്നാഹങ്ങൾ ഒരുക്കുന്നത്, യുദ്ധത്തെ അഭിമുഖീകരിക്കാനായാലും എതിരാളികളെ അഭിമുഖീകരിക്കാനായാലും ഏത് തരത്തിലൊക്കെയാണ് നേവി അതിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര തീരത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള നേവി ഓഫീസർമാർക്ക് പരിശീലനം നൽകി വരികയാണ്. 9 രാജ്യങ്ങളിൽ നിന്നുള്ള 44 പ്രതിനിധികളാണ് പരിശീലന പരിപാടിയുടെ ഭാഗമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാസാഗർ വിഷന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി. മറൈൻ ഹെഡ്സ് ഫോർ ആക്റ്റീവ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നതിന്റെ ചുരുക്കമാണ് മഹാസാഗർ. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്തിയെടുക്കുന്ന ഉയർന്ന തലത്തിലുള്ള ഇടപെടലുകൾക്കുള്ള ഒരു വേദി സൃഷ്ടിക്കുകയാണ് മഹാസാഗറിന്റെ ലക്ഷ്യം. ഈ IOS സാഗർ എന്ന് പറഞ്ഞ ഒരു ആശയവിനിമയം നമുക്ക് വന്നത് 2015 പ്രൈം മിനിസ്റ്റർ മോദി ഒരു വിഷൻ സാഗർ എന്ന് പറഞ്ഞൊരു വിഷൻ ഉണ്ടായിരുന്നു. സാഗർ എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. 2015 ആ വിഷൻ വന്നു കഴിഞ്ഞിട്ട് നേവി കുറേ സ്റ്റെപ്സ് എടുത്തതിന് വേണ്ടി നമ്മുടെ കുറേ മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസും പിന്നെ ആസ് സച്ച് നേവീനെ ഒരു പ്രിഫേർഡ് ട്രെയിനിങ് പാർട്ട്ണറായിട്ടായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ കൺട്രീസ് നമ്മളിവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പല കൺട്രീസ് ശ്രീലങ്ക, മോൾദീവ്സ്, മൊറീഷ്യസ് ഒക്കെ നമ്മളിവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിലെ ട്രെയിനീസ് നമ്മളിവിടെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ IOS സാഗർ പുറയിൽ ഇന്നത്തെ ഇപ്പോൾ 10 ഇയർ കഴിഞ്ഞപ്പം ഒരു നേവിയുടെ ഒരു ഷിപ്പിനെ IOS സാഗറായിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഒരു 9 കൺട്രീസിൽ നിന്ന് ഒരു 44 ഓഫീസേഴ്സ് ആൻഡ് സെയിലേഴ്സിനെ അവർ വന്നിട്ട് അപ്പോൾ ഓൾറെഡി അവരുടെ നേവിയിൽ അവരുടെ ഫോഴ്സസ് അവർ സെർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു ഷിപ്പിനെ മാൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ ട്രെയിനിങ് വേണ്ടത് ആ ഒരു ട്രെയിനിങ് കരിക്കുലമിനെ ഒന്ന് ക്രിസ്പ് ആക്കിയിട്ട് അവർക്ക് ബേസിൽ ഞങ്ങളുടെ സദൺ നേവൽ കമാൻഡിലെ ബേസിൽ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുത്ത് ഫ്ലാഗ് ഓഫ് ദ സീ ട്രെയിനിങ് അവരുടെ നേവിയുടെ ഫുൾ ട്രെയിനിങ് ഒക്കെ നോക്കുന്നത് ഫ്ലാഗ് ഓഫ് ദ സീ ട്രെയിനിങ് അവരുടെ ഇതിൽ അവരുടെ സൂപ്പർവിഷനിൽ ഈ ഒരു ട്രെയിനിങ് ബേസിക് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യണുള്ളൂ. ക്ലാസ് റൂം മാത്രം പറ്റില്ല. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അറ്റ് സിയിൽ കൊണ്ടുവന്ന് 2 ദിവസമായിട്ട് അവർ ട്രെയിൻ ചെയ്യുക. ഇനി മുമ്പോട്ട് ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബിക്കോസ് അവർ ഈ ട്രെയിനിങ് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കറിയാം ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ത്യൻ നേവിയിൽ ഓരോ കൺട്രീസിൻ്റെ ഓഫീസേഴ്സ് ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് അടുത്ത ബാച്ചിനെയും കൂടെ അവർ വരുന്നത് ബിക്കോസ് ദേ വോണ്ട് ഫർദർ എൻഗേജ്മെൻറ്റ് വിത്ത് ഇന്ത്യൻ നേവി. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു മാസം അവർക്ക് ഈ ഷിപ്പിനെ മാൻ ചെയ്യണം ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ഇന്ത്യൻ നേവിയുടെ പേഴ്സണൽ വാൻ. സോ ആ ഒരു ഇതാണ് ഇന്ത്യൻ സാഗർ. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത് ആക്ച്വലി പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പ് ഒരു കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഡാമേജ് കൺട്രോളോ ഫയർ ഫൈറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി ഈ ക്രൂന്ന് വേണം. അപ്പോൾ അത് ഓൾറെഡി ബേസിക് കഴിഞ്ഞു. ഇന്ന് അവരെ പ്രാക്ടിക്കലായിട്ട് ഷിപ്പിൽ കാണിച്ചു. സെയിം ഒരു ഷിപ്പിനെ നാവിഗേറ്റ് ചെയ്യാൻ ഫ്രം പ്ലേസ് A to പ്ലേസ് B എങ്ങനെ പോകണം അതും അവരെ ബേസിക് പോയിട്ട് അതിവിടെ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. എങ്ങനെ നാവിഗേഷൻ ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഇപ്പോൾ നാളെ ഒരു സെക്യൂരിറ്റി എക്സസൈസ് ഉണ്ടെങ്കിൽ ഈ ക്രൂ അന്ന് എങ്ങനെ സെക്യൂരിറ്റി ചെയ്യണം, എങ്ങനെ ഒരു ഷിപ്പിനെ ബോർഡ് ചെയ്യണം, അത് VBSS എന്ന് പറയും, വിസിറ്റ് ബോട്ട് സെർച്ച് ആൻഡ് സെക്യൂരിറ്റി. നിങ്ങൾ ആ ബോട്ട് ഓപ്പറേഷൻസ് കണ്ടത്. INS സുനൈനയുടെ മൾട്ടിനാഷണൽ ക്രൂവിന്റെ ഓപ്പറേഷണൽ സീ പരിശീലനമാണ് നടന്നുവരുന്നത്. ഈ ഓപ്പറേഷണൽ പരിശീലനത്തിന് ശേഷമാണ് കപ്പലുകളും സബ്മറൈനുകളും സമഗ്രമായ യുദ്ധത്തിനായി സജ്ജമാക്കുന്നത്. കൊച്ചിയും മുംബൈയും വിശാഖപട്ടണവും ഉൾപ്പെടെ 5 ട്രെയിനിംഗ് ടീമുകളാണുള്ളത്. ഇതിൽ 2 ടീമുകൾ സബ്മറൈൻ പരിശീലനത്തിനായി മാത്രമാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പരിശീലന പരിപാടിക്ക് ശേഷം സീ ട്രെയിനിംഗ് യൂണിറ്റിന്റെ യുദ്ധസന്നദ്ധ ഫ്ളാഗ് ഓഫീസർ വിലയിരുത്തുകയും തുടർന്ന് യുദ്ധയോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ സമുദ്ര പരിശീലനവും ഹാർബർ പരിശീലനവും നൽകി വരുന്നുണ്ട്. Ladies and gentlemen, what you saw was the training on ship's crew on asymmetric warfare.
So when a ship is leaving or entering harbor and also operating in the shallow waters, ship are most vulnerable for the asymmetric threats. Now asymmetric threats are ever present and are more dangerous in nature. So we train the ship's crew and the ship's organization towards countermeasures on this asymmetric warfare. So where the organization is set in place and also each lookout is trained how to identify the threat and thereafter as per varied laid down procedures how to mitigate that threat. Similarly, these training would also be trained the foreign officers who have come with us would also be trained on these aspects so that they get amalgamated with the ship's organization and the Indian naval crew so that both when operating together go hand in hand. നാവികസേനയുടെ ട്രെയിനിംഗ് കമാൻഡായ സതേൺ നേവൽ കമാൻഡ് ഫോക്കൻസി സൗത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സതേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള പരിശീലന യൂണിറ്റുകളെല്ലാം ഉദ്യോഗസ്ഥർക്കും സേനാനികൾക്കും പ്രൊഫഷണൽ പരിശീലനവും നൽകുന്നുണ്ട്. ഫോക്കൻസി സൗത്തിന്റെ കീഴിലുള്ള ഫ്ളാഗ് ഓഫീസർ നാവികസേനയിലെ എല്ലാ കപ്പലുകൾക്കും സബ്മറൈൻസിനും ഓപ്പറേഷണൽ സമുദ്ര പരിശീലനവും നൽകി വരുന്നു. ഞങ്ങളുടെ ടീം ഇവിടെ ഞങ്ങൾ ഫ്ലാഗ് ഓഫീസർ സീ ട്രെയിനിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടീമാണ്. ഈ ഫ്ലാഗ് ഓഫീസർ സീ ട്രെയിനിങ് ആണ് ഇന്ത്യൻ നേവിയുടെ ഷിപ്സിനെയും സബ്മറീൻസിനെയും കോമ്പാറ്റ് റെഡിയാക്കുന്ന ജോലിയാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് 5 ടീമുണ്ട്. 2 ബോംബെയിലും 2 വിശാഖപട്ടണത്തിലും. മെയിൻ ടീം ഇന്ത്യൻ നേവൽ വർക്കപ്പ് ടീം ഇവിടെ കൊച്ചിയിലാണ്. അപ്പം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഷിപ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 44 പേര് 9 കൺട്രീസിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവരെ നമ്മുടെ രീതിയിലും നമ്മുടെ ഈ പ്രൊസീജിയേഴ്സിലും നമ്മുടെ സിസ്റ്റംസിനൊക്കെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ ട്രെയിനിങ് പാക്കേജ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനിങ് പാക്കേജിൽ ഹാർബർ ട്രെയിനിങ് പാക്കേജും ഉണ്ട്, സീ ട്രെയിനിങ് പാക്കേജും ഉണ്ട്. ഹാർബർ ട്രെയിനിങ്ങിലാണ് ഞങ്ങളുടെ ട്രെയിനിങ് സ്കൂൾസ് ഇവിടെയുണ്ട്. അവർക്ക് തിയറിറ്റിക്കൽ ട്രെയിനിങ്ങും സിമുലേറ്റർ ബേസ്ഡ് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസം. സീ ട്രെയിനിങ്ങിൽ 2 ദിവസത്തെ സീ ട്രെയിനിങ് ഉണ്ട്. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു. ഇന്ന് നിങ്ങളും കൂടി പോകുന്ന 1 ദിവസത്തെ ട്രെയിനിങ് പാക്കേജ് ഉണ്ട്. അതിലവർക്ക് വേണ്ടിയ പരിശീലനം പല ഷിപ്പിനെ നടത്തേണ്ടിയ പല ഏരിയാസിലുള്ള പരിശീലനം ഞങ്ങളുടെ ടീം കൊടുക്കും അവർക്ക്. ഇപ്പം നാവിഗേഷൻ, തീ പിടിച്ചാൽ എങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യണം. അപ്പം ഈ പല കൺട്രീസിൽ നിന്നും വരുന്നവരെയൊക്കെ ഒരു സെയിം ലെവലിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ക്രൂവിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ. INS സുനൈനയിലാണ് ഈ പരിശീലന പരിപാടികൾ പുരോഗമിക്കുന്നത്. 2013 കൊച്ചിയിൽ കമ്മീഷൻ ചെയ്ത INS സുനൈന ഒരു സരയു ക്ലാസ് ഓഫ്ഷോർ പട്രോൾ വെസലാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വ്യാപ്തിയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും മേഖലയിലെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും INS സുനൈനയ്ക്ക് നിർണായകമായ പങ്കുണ്ട്. നേവൽ ഓഫ്ഷോർ പട്രോൾ വെസൽ ക്ലാസ് കപ്പലുകളിൽ 2ാമത്തേതാണ് ഈ കപ്പൽ. ഇന്ത്യൻ നാവികസേനയുടെ വർദ്ധിച്ചുവരുന്ന സമുദ്ര നിരീക്ഷണ പട്രോളിംഗ് ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹെലികോപ്റ്റർ ലാൻഡിംഗിനായുള്ള വിപുലമായ സംവിധാനങ്ങളാണ് സുനൈനയിലുള്ളത്. അപകടത്തിൽപ്പെട്ടവരെ അടിയന്തരമായി രക്ഷപ്പെടുത്താൻ ഈ സംവിധാനം ഉപകരിക്കും. ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പ്രൊസീജിയറിനുള്ള തയ്യാറെടുപ്പുകളാണ്, അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. എനിക്ക് പിന്നിലെ കാണുന്ന ഇവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ തീ ബാധിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ എനിക്ക് പിന്നിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. INS സുനൈനയിലേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമുക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിൽ നിന്നും സിഗ്നൽ നൽകിയ ശേഷം ക്ലിയർ ചെയ്ത ശേഷം മാത്രമാണ് ഇതിലേക്ക് ലാൻഡ് ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ലാൻഡിംഗ് പ്രൊസീജിയറാണ് നമുക്ക് പിന്നിലായിട്ട് കാണുന്നത്. ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് അത് കടക്കുന്നത്. പാത്തൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഹെലിപാഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ലാൻഡിംഗ് പ്രൊസീജിയറിൽ പൂർണ്ണമായും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാൻഡിംഗ് പ്രൊസീജിയർ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൃത്യമായ ഇൻഫർമേഷനോടുകൂടി ലാൻഡിംഗ് പാത്ത് ക്ലിയർ ചെയ്ത ശേഷമാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നത്.
ബഹുരാഷ്ട്ര ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഓപ്പറേഷണൽ സീ പ്രാക്ടീസിംഗിന്റെ ഭാഗമായുള്ള ഹെലികോപ്റ്റർ ലാൻഡിംഗ് ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സുരക്ഷാ സംവിധാനത്തോടു കൂടി അത് ലാൻഡ് ചെയ്ത ശേഷം ഉയർന്നു പൊങ്ങുകയാണ്. ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് ലാൻഡ് ചെയ്യുകയും ഉയരുകയും ചെയ്യുന്നത്. ഇന്ത്യൻ സമുദ്രത്തിന്റെ കാവൽ ഭടന്മാർ ഏതൊക്കെ തരത്തിലാണ് സമുദ്ര അതിർത്തി ഭാഗത്ത് നമുക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃശ്യ ആവിഷ്കരണം കൂടിയാണ് നമുക്ക് പിന്നിൽ നടക്കുന്നത്. കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആയുധങ്ങളും ഇന്ധനവും മാറ്റാനും പ്രത്യേക പരിശീലനം ആവശ്യമാണ്. SKBDL അഥവാ സ്റ്റേഷൻ കീപ്പിംഗ് ബൈ ഡിസ്റ്റൻസ് ലൈൻ. കപ്പലുകൾ തമ്മിൽ നിശ്ചിത ദൂരം പാലിക്കേണ്ടതുണ്ട്. കപ്പലുകളുടെ പ്രൊപ്പലറുകൾ തമ്മിൽ തട്ടി അപകടമുണ്ടാകാതിരിക്കാനാണ്. രണ്ട് കപ്പലുകൾ തമ്മിലുള്ള ദൂരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഗൺലൈനുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു റോപ്പ് പാസ് ചെയ്യുകയും ചെയ്യും. ഈ റോപ്പ് പാസ് ചെയ്ത ശേഷം എപ്പോഴും ആ ഒരു ദൂരം, ഇതിപ്പോ INS സുജാതയും INS സുനൈനയും തമ്മിലുള്ള ദൂരമാണ്. ഇത് 40 മീറ്ററാണ്. ഇപ്പോൾ ഇത് കപ്പലുകളുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. ഈ ഒരു ദൂരം മെയിൻറ്റെയിൻ ചെയ്ത ശേഷമാണ് ഇതിലൂടെ ഫ്യുവൽ ആയാലും ആളുകളെ ആയാലും ആയുധങ്ങളായാലും മറ്റ് സാധന സാമഗ്രികളൊക്കെ മറ്റ് കപ്പലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത ശേഷമാണ്. കപ്പലുകൾ തമ്മിൽ തട്ടി അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓപ്പറേഷണൽ സീ ട്രെയിനിങ്ങിനുള്ള റീജിയണൽ സെന്റർ ഓഫ് എക്സലൻസ് ആയും കൊച്ചിയിലെ ഹെഡ്ക്വാർട്ടർ സീ ട്രെയിനിംഗ് നിയുക്തമാക്കിയിട്ടുണ്ട്. നിരവധി റീജിയണൽ നാവികസേനകളുടെ വർഗപ്രവർത്തനങ്ങൾ കൊച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. വിപുലമായ ആയുധ സന്നാഹം ഉൾക്കൊള്ളാനും സുനൈനയ്ക്ക് കഴിയും. കപ്പലിന്റെ ഫോക്സിൽ എന്ന് പറയുന്ന ഭാഗമാണിത്. ഇവിടെയാണ് ആയുധങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് വലിയ തിരകൾ അടിച്ചു വരാനും അതല്ലെങ്കിൽ വീഴാനും കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊക്കെ ലൈഫ് ജാക്കറ്റ് ധരിക്കാതെ ഇവിടെ നിൽക്കാൻ നേവി അനുവദിക്കാറില്ല. ഈ ഒരു ഭാഗം ശരിക്കും യുദ്ധമുഖത്തേക്ക് തന്നെ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ഇടം തന്നെ എന്ന് വേണം പറയാൻ. എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഗണ്ണ് അത് SRGM എന്നാണ് അതിനെ പറയുന്നത്. അത് സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ടിങ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അതായത് ഇതിൽ നിന്നും 75 mm വലിപ്പമുള്ള വെടിയുണ്ടകളാണ് വരുന്നത്. മാത്രമല്ല 15 കിലോമീറ്റർ ദൂരം വരെ എത്താനുള്ള ശേഷി ഇതിനുണ്ട്. കൊച്ചിൻ നാവികസേനയുടെ പരിശീലന പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മാൽദീവ്സിൽ നിന്നുള്ള സൈനികൻ പറയുന്നു. We just joined with the Indian Navy for this exercise and we got some new experiences and it was really good. In every country they will do it, everything's differently, so yeah, now I know how to do it in the way the Indian Navy does. Like it's little different from Maldives and here also. Every instruction also it's really good, so we can just follow it in Maldives also. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലനത്തിന്റെ രീതികൾ കെനിയയിലേക്ക് ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്ന് നിക്കോളാസ്. Actually, when we come to India, I received the best of experience because the simulators that they are using, they are giving the best experience. Actually, I've gotten a lot of experience from their simulators because they are operating exactly as the real instruments. So their simulators, they are very nice. They give you the best of experience that you can ever achieve. പരിശീലനത്തിൽ ഇന്ത്യൻ നേവിയുടെ മികവിനെ പുകഴ്ത്താനും ആരും മറന്നില്ല. I have been chosen here by the Commissioner of Police and the Commandant National Coast Guard, which is actually an Indian itself, chosen me for this course here on board ship IOS Sagar. We've been here for the last 8 days and the training is going on well. We've been going to several schools in India and also doing training on board INS Sunaina. We've learned many things from personnel of the Indian Navy. So I would like to thank each and every one of the Indian Navy who have given all 8 or 9 countries the chance to learn something from them, and we can apply same
in our country. ISO Saga course is very useful for our country and the same for our country. But this different is we at work for many countries and many people. That is a very good experience for Sri Lankan Navy. Then I will appreciate this course and I will recommend to this course for join at our country, and this is good for the Sri Lankan navies. And what about your experience with Indian Navy? The Indian Navy, I got more knowledge about how to participate in BCD exercise, damage control exercise, whatever SKBDL. Other one is how to landing helicopters. That is all. ഇന്ത്യൻ സമുദ്രതീര രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് പുലർത്തുന്നതെന്ന് നേവി അധികൃതരും പ്രതികരിച്ചു. So hopefully by the end of this training program, as they sail out for this 1 month plus deployment, they will integrate well with the Indian naval crew, and together they would be able to accomplish this mission. So this whole IOS mission itself, is in alignment with our Honorable Prime Minister's Vision Mahasagar, which he had unveiled in Mauritius, and the aim of this Vision Mahasagar is to integrate with the countries in the Indian Ocean region and cooperate with them to enhance the security of the region as a whole. ഇന്നത്തെ ഡേ അറ്റ് സീയിൽ പല എക്സസൈസസ് ഉണ്ട്. അത് ഈ ഷിപ്പ് നോർമലി ചെയ്യുന്ന എക്സസൈസസ് ആണ്. അപ്പോൾ അതിൽ ഈ ഫോറിൻ ട്രെയിനീസും കൂടി ഇൻവോൾവ് ആയിട്ട് അവർ കൂടി ട്രെയിനിങ് അവരും കൂടി ഇത് ചെയ്യണം അടുത്ത ഒരു മാസം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങിൽ ആണ് ഇന്നത്തെ ഡേ അറ്റ് സിയിൽ ഞങ്ങളുടെ ടീം അവർക്ക് കൊടുക്കുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ ജോയിൻ വിത്ത് ദി ഇന്ത്യൻ ക്രൂ and conduct these exercises and these evolutions during the next 1 month that they will operate together. തീപിടുത്തമുണ്ടായാൽ അതിജീവിക്കാനും നിയന്ത്രണ വിധേയമാക്കാനുമുള്ള പ്രത്യേക പരിശീലനം. ഇന്ത്യൻ നേവിയിൽ ആസ് എ പ്ലാറ്റ്ഫോം, സീ ഗോയിങ് പ്ലാറ്റ്ഫോം, പോസിബിലിറ്റി ഓഫ് ഫയർ ആൻഡ് ഫ്ലഡ് ഓംനി പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് റൂട്ടീനിൽ ഡെയിലി ഒരു ട്രെയിനിങ് ഷെഡ്യൂളിൽ നമ്മളെപ്പോഴും ഫയർ ആണെങ്കിൽ ഫ്ലഡ് ആണെങ്കിലും നമ്മളത് എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വേറെവർ ഇറ്റ് ബി അറ്റ് ഹാർബർ ഓർ അറ്റ് സീ നമ്മുടെ ഓർഗനൈസേഷൻ ഓൾറെഡി അലേർട്ടായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അറ്റ് സീ ഒരു ഫയർ ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അത് ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ, എങ്ങനെയാണ് അതിൻ്റെ ടാക്കിൾ ചെയ്യുന്ന വർക്ക് ഫ്ലോ, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. മറ്റ് യാനങ്ങളിൽ നിന്നും ആക്രമണത്തിനുള്ള സൂചനകൾ ലഭിച്ചാൽ സൈന്യം ബോട്ട് സജ്ജമാക്കി പരിശോധന നടത്തും. VBSS അഥവാ വിസിറ്റ് ബോട്ട് സെർച്ച് ആൻഡ് സീഷർ എന്നതാണ് ഈ രീതി. ബോട്ട് കടലിൽ സുരക്ഷിതമായി ഇറക്കുന്നതുൾപ്പെടെയുള്ള പരിശീലനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടൽക്കൊള്ള, കടത്തുൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അനിയന്ത്രിതവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായ മത്സ്യബന്ധനം തുടങ്ങിയ സമുദ്ര സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിനുള്ള പരിശീലനമാണിത്. ഇത് ഇന്ത്യൻ നേവിയുടെ ഷിപ്പാണ്. ദയവ് ചെയ്ത് അകലം പാലിക്കുക, അല്ലെങ്കിൽ ഞങ്ങളോട് ആശയവിനിമയം നടത്തേണ്ടതാണ്. ഇത് നിങ്ങൾക്കുള്ള അവസരം താക്കിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെടിയുയർത്തുന്നതാണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്തിയെടുക്കുന്ന ഉയർന്ന തലത്തിലുള്ള ഇടപെടലുകൾക്കുള്ള ഒരു വേദി സൃഷ്ടിക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. പരിശീലന പരിപാടി ഇതിനകം 10 ദിവസം പിന്നിട്ടു. അടുത്ത കാലത്താണ് ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, സെഷൽസ്, മ്യാൻമർ, ശ്രീലങ്ക, മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ട്രെയിനിംഗ് നൽകിയത്. നിരവധി നാവികസേനകളുമായി പ്രൊഫഷണൽ എക്സ്ചേഞ്ചുകളും നടക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഏറ്റവും വലിയ റെസിഡന്റ് നാവികസേന എന്ന നിലയിലാണ് ഈ മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ ട്രെയിനിംഗ് പങ്കാളിയായി ഇന്ത്യൻ നേവി മാറിയത്. വിമാനവാഹിനികളിൽ നിന്ന് ആണവ സബ്മറൈനുകൾ വരെ, ചെറു പട്രോൾ വെസലുകൾ വരെ
എല്ലാ തരത്തിലുമുള്ള ആസ്തികൾക്കായുള്ള സമഗ്രമായ പരിശീലനം നൽകാൻ ഇന്ത്യൻ നേവിക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യൻ സമുദ്രതീരം പങ്കിടുന്ന 9 രാജ്യങ്ങളിൽ നിന്നുള്ള 44 പ്രതിനിധികളാണ് ഇന്ത്യൻ നാവികസേന സംഘടിപ്പിക്കുന്ന ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേന നേരിടുന്ന വൈതരണികൾ ചെറുതല്ല എന്നുള്ളതാണ് ഈ ട്രെയിനിങ് സെക്ഷനിലൂടെ നമുക്ക് വ്യക്തമാകുന്നതും. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.